അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 25-ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. റസിയ സുൽത്താന, ബീഗം റസിയ സുൽത്താന ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അവരെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇതില് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്ന്, ഈ റസിയ സുൽത്താനയെ ബന്ധപ്പെട്ട് ഇത്ര ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭാഷാ പ്രയോഗങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഫോക്കസിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നഹവിയായ വശം അത്തഫുകൾ, അത്തഫിന്റെ അറഫുകൾ നമ്മൾ മുമ്പ് പഠിച്ചു. വാ, സുമ്മ, ഫ, തുടങ്ങിയ ഒരുപാട് പദങ്ങൾ പഠിച്ചു. അപ്പൊ ഈ പദങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ജുംലകളുടെ ഒരു ഘടനയും ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആണ്. അത്തഫ് എന്ന് പറഞ്ഞത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പൊ ഇതിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. അതിന്റെ മത്തിന് ലിമൻ ഹാദിഹി സൂറ യാ അബി, രണ്ടുപേര് തമ്മിലുള്ള ഒരു കൺവെർസേഷൻ ആണ്. സുൽത്താന റസിയയെ കുറിച്ചുള്ള കൺവെർസേഷൻ ആണ്. അപ്പൊ ആദ്യം മകന് പിതാവിനോട് ചോദിക്കുകയാണ്, ലിമൻ ഹാദിഹി സൂറത്തു യാബി, ഇത് ആരുടെ ചിത്രമാണ്? ലിമൻ ഹാദിഹി സൂറത്തു യാബി, അങ്ങനെയാണ് അറബി. ഇത് ആരുടെ ചിത്രമാണെന്നുള്ളതിന് ചോദിക്കേണ്ടത് രീതി അങ്ങനെയാണ്. ലിമൻ ഹാദിഹി സൂറ യാബി. അപ്പൊ അബു പറഞ്ഞു കൊടുക്കാണ്, ഹിയ സൂറത്തു റളിയ സുൽത്താൻ, ഇത് റസിയ സുൽത്താനയുടെ ചിത്രമാണ്. അല്ലത്തി കാന്ത സുൽത്താന ഔ മലിക, അവര് രാജ്ഞിയായിരുന്നു. സുൽത്താന, സുൽത്താന എന്ന് പറഞ്ഞാലും സുൽത്താന്റെ ഒപ്പം മുഅന്നസ്, അതേപോലെ മലിക്കത്ത് രാജ്ഞി, ഇതിനെ സുൽത്താൻ എന്ന് ഉപയോഗിക്കാറുണ്ട്, മലിക്കത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ രാജ്ഞിയായിരുന്നു. മിനൽ ഉസുറത്തി മംലൂക്കി അൽ ഹാക്കിമ ഫി സൽത്തനത്ത് ഡൽഹി, ഡൽഹി സൽത്തനത്തിൽ, ഡൽഹി രാജ്യം ഭരിച്ചിരുന്നു. ഡൽഹി സൽത്തനത്തിന്റെ രാജാക്കന്മാരിൽ അല്ലെങ്കിൽ ആ രാജ ഫാമിലിയിൽ പെട്ടുന്ന ഒരു രാജകുമാരിയാണ്, രാജ്ഞിയാണ് ബീഗം റസിയ. അവര് ഭരിച്ചിരുന്നത് കബുൽ അസ്രൽ മഹൂലി ബി സലാത്തത്തി ഖുറൂനിൻ, 3 നൂറ്റാണ്ട് കാലത്തോളം ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ മുഗൾ രാജവംശം ഇവിടെ വരുന്നതിന് മുമ്പ് 3 നൂറ്റാണ്ടുകളോളം, 300 വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ചിരുന്ന ഡൽഹി സൽത്തനത്തിലെ ഒരു രാജ്ഞിയാണ് ബീഗം സുൽത്താന റസിയ. മംലൂക്കിയ എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിക് അവരുടെ മംലൂക്കിയ, അൽ ഹാക്കിം ആണ് റൂളിംഗ്, സൽത്തനത്ത്, അസുർ എന്ന് പറഞ്ഞ പീരീഡ് ആണ്, മുഗൂലി പറഞ്ഞ മുഗളാണ്, മുഗൾ സാമ്രാജ്യം, അൽ ഹുക്കൂമത്തുൽ മുഗളിയ എന്ന് പറയാം, മുഗൾ. ഖുറൂൻ എന്ന് പറഞ്ഞ നൂറ്റാണ്ടാണ്, സലാത്തത്ത് ഖുറൂൻ, 3 നൂറ്റാണ്ട്. അങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കണം, മകൻ അഖ്ബിർനി അൻഹ ഷൈഅൻ യാ അബി, അവളെ കുറിച്ച് എനിക്ക് കുറച്ചും കൂടി പറഞ്ഞു തരുമോ? അഖ്ബിർനി അൻഹ ഷൈഅൻ യാ അബി. അങ്ങനെ അബു മറുപടി പറഞ്ഞാണ്, ഹസനൻ യാ ബുനയ്യ, വളരെ വെരി ഗുഡ്. ഇന്നഹ കാനത്ത് ഇബ്നത്തു സുൽത്താൻ, അവൾ കാനത്ത് ഇബ്നത്തു സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. അല്ലദീ കാന സിഹ്റ സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക്, ഇന്ത്യയിലെ പ്രമുഖ രാജാവായ ഖുതുബുദ്ദീൻ ഐബക്കിന്റെ സിഹർ എന്ന് പറഞ്ഞാലും മരുമകനായിരുന്നു. ഖലഫിഹി അൽ അഖീഖ, യഥാർത്ഥ അവകാശി. ഖലഫ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിക്കാണ് പറയാം. അൽ അഖീഖയാണ് യഥാർത്ഥ. അപ്പോ സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. വക്കാന സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക്, 1710 മരണപ്പെട്ട ഖുതുബുദ്ദീൻ ഐബക്ക് ആയിരുന്നു മുഅസ്സിസ് അല്ലി സൽത്തനത്ത് ഡൽഹി, ഡൽഹി സൽത്തനത്തിന്റെ സ്ഥാപകനായിരുന്നു. മുഅസ്സിസ് എന്ന് പറഞ്ഞാല് ഫൗണ്ടറിനാണ് പറയാ. മുഅസ്സിസ്, അസ്സസ എന്ന് പറയാം, സ്ഥാപിച്ചു. അസ്സസ യുഅസ്സിസു, മുഅസ്സിസ് സ്ഥാപിതൻ, സ്ഥാപിച്ച ആള്, ഫൗണ്ടർ. അല്ലദീ ബന മനാറത്ത് കുത്തുബ് ഫിൽ ആസിമത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഇന്ത്യയില് കുത്തുബ് മിനാർ, ഡൽഹിയിലാണ് കുത്തുബ് മിനാർ ഉള്ളത്. അപ്പൊ കുത്തുബ് മിനാർ സ്ഥാപിച്ച ആളാണ് ഈ കുത്തുബുദ്ദീൻ ഐബക്ക്. അത് ഇതന്നെ അതൊരു പില്ലറാണ്, മിനാറമാണ് ജാമിയത്ത് ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ ഒരു മിനാർ എന്ന നിലയിൽ സ്ഥാപിതമായ മിനാറമാണ് കുത്തുബ് മിനാർ. കുത്തുബ് മിനാർ സ്ഥാപിച്ച ആളാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. മിതനത്തറൽ മിനാർ എന്ന് പറയാം, മിനാരം. വല്ലത്തി തമ്മ ഇക്മാലു, അതിന്റെ പണി പൂർത്തിയായത്, അതായത് ഷംസുദ്ദീൻ ഇൽത്തുമിഷിലൂടെയാണ്. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ചതാണ് കുത്തുബ് മിനാർ. അത് പൂർത്തിയാക്കിയത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ് മരണപ്പെട്ടത് 1236-ലാണ്. അൽ മുത്തവഫി പറഞ്ഞാൽ മരണമടഞ്ഞത് എന്നർത്ഥം. ഓക്കെ. ഇക്മാൽ പറഞ്ഞാൽ പരിപൂർണത, പൂർത്തീകരണം. അങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കാണ് മകന്, മത്താ ഈനത്ത് റളിയ മലിക്കത്തൻ ഔ സുൽത്താനത്തൻ, ഏത് വർഷമാണ് ഈ മലിക്കത്ത് ആയത്, സുൽത്താന റസിയ മലിക്കത്ത് ആയത്? അപ്പൊ നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഇത് പഠിക്കാനാണ്, അത്തഫുകൾ. ഇവിടെ രണ്ടാമത്തെ ലൈനിൽ നോക്കുക, അബു പറഞ്ഞ വാക്കിന്റെ രണ്ടാമത്തെ ലൈനിൽ വകാന,
ഈ കാന എന്നുള്ളത് അത്തഫാണ്. ഈ അത്തഫിന്റെ ഈ വാവ് ചില സമയത്ത് ഒരു കലിമത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരാറുണ്ട്. അതിന് ഇസ്തീനാഫിന്റെ വാവ് എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഇവിടെ വല്ലത്തി നോക്കൂ, അത് ചിലപ്പോ ഈ വാക്കുകൾ തമ്മിൽ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്തഫ് വരാം. സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ കുത്തുബുദ്ദീൻ ഐബക്ക് വ ഹലഫിഹി എന്ന അവിടെ വാക്കുകൾ തമ്മിലുള്ള ഘടനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വാക്കുകൾ തമ്മിലുള്ള സംയോജനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വാവ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ്. പിന്നെ ഇവിടെ വല്ലത്തി എന്ന് പറഞ്ഞത് ആ മുമ്പത്തെ സെന്റൻസുമായിട്ട് ഈ സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ സെന്റൻസുകൾ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടും ജുംലകൾ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടും വാക്കുകൾ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടും അത് ഫീലാവാം, ഇസ്മാകാം. വാക്കുകൾ തമ്മിലുള്ളയും വാക്യങ്ങൾ തമ്മിലുള്ളയും കണക്ഷന് വേണ്ടിയിട്ടാണ് വാവ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ വാവിന്റെ ഉദാഹരണം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഈ ചോദ്യം നോക്കും, മത്താ ഒയ്യനത്ത് റലിയ മലിക്കത്തൻ ഔ സുൽത്താന, ഏത് മലിക്കത്ത് അല്ലെങ്കിൽ ഔ സുൽത്താന, അല്ലെങ്കിൽ എന്നുള്ളതിനാണ് ഔ പറയാം. ഓക്കെ. അപ്പൊ ഏത് വർഷമാണ് സുൽത്താന രാജ്ഞാവായിട്ട് അല്ലെങ്കിൽ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഒയ്യന പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട, ഫിക്സ് ആക്കാന്ന് അർത്ഥം. അയ്യന ഒയ്യന. അപ്പൊ പിതാവ് മറുപടി പറയുന്നു, ഇസ്തൗലത്ത് റളിയ അലാ സൽത്തനത്ത് ദഹ്ലി ബാദ അഖീഹ അൽ മഖ്ലൂഇ റുക്നുദ്ദീൻ ഫിറോസ് ഷാ ആമ സിത്തത്തിൻ സലാസീൻ ഇസ്നാൻ അൽഫ് മിഅത്തൈൻ അൽഫ് മിഅത്തൈൻ അൽഫ് എന്നാട്ടോ. അങ്ങനെയാണ് അറബി വായിക്കല്. എന്താണ്? സിത്തത്തിൻ സലാസീൻ 36, മിഅത്തൈൻ 200, അൽഫ് 1000 1236. വേറെ രീതിയിൽ വായിക്കാം. ഇവിടുന്ന് അങ്ങോട്ടും വായിക്കാം, അവിടുന്ന് ഇങ്ങോട്ടും വായിക്കാം കേട്ടോ. അൽഫുൻ അങ്ങനെ മിഅത്തൈൻ അങ്ങനെ ഇങ്ങനെ വായിക്കാം. അപ്പൊ ഇതിന്റെ പോയിന്റ് ഇസ്തൗല എന്ന് പറഞ്ഞാൽ ഭരണത്തിലേറുക, ഭരണത്തിൽ അധികാരത്തിൽ വരുന്നതാണ് ഇസ്തൗല എന്ന് പറയാം. അപ്പൊ സുൽത്താന റസിയ ഡൽഹി സൽത്തനത്തിലെ അധികാരത്തിലെത്തിയ തന്റെ സഹോദരൻ മരണപ്പെട്ട, അല്ലെങ്കിൽ അധികാരഭ്രഷ്ടനായ റുക്നുദ്ദീൻ ഫിറോസ് ഷാ 1236 നിന്ന് ഭരണം ഒഴിഞ്ഞതിന് ശേഷമാണ് സുൽത്താന റസിയ 1236 ഡൽഹി സൽത്തനത്തിന്റെ അധികാരമേൽക്കുന്നത്. ഇസ്തൗലാർ അധികാരമേൽക്കാം. പിന്നെ മകൻ ചോദിക്കുന്നു, കൈഫ കാനത്ത് ഷഖ്സിയത്തുഹ, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഷഖ്സിയത്ത് പറഞ്ഞ ക്യാരക്ടർ. ഇപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കാണ്, കാനത്ത് റളിയ സുൽത്താന ദക്കിയ, നല്ല വൈസ് ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയാണ്. മുസഖഫാണ്, കോൺഫിഡൻസ് ഉള്ള ആളാണ്. ജരിയ എന്ന് പറഞ്ഞ ധീരതയുള്ള ആളാണ്. തറബത്ത് അല അബീഹ അൽ മുഹന്നക്ക് തറബിയത്തൻ ഇദാരിയത്തൻ, നല്ല സൂത്രശാലിയായ ബുദ്ധിശാലിയ തന്റെ പിതാവിന്റെ കീഴില്, പിതാവിന്റെ ശിക്ഷണത്തില്, നല്ല ശിക്ഷണത്തിലാണ് അവള് വളർന്നത്. തറബ എന്ന് പറഞ്ഞാൽ തർബിയത്ത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. ഇദാരിയാണ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ട്രെയിനിങ് ഒക്കെ തന്റെ പിതാവിന്റെ കീഴിൽ നിന്നാണ് കിട്ടിയത്. മുസഖഫ് എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് ആണ്. ജരി എന്ന് പറഞ്ഞാൽ ബ്രാവ്. ദക്കിയത്ത് എന്ന് പറഞ്ഞാൽ വൈസ് ഇന്റലിജന്റ്. അപ്പോൾ തദറബത്ത് അൽ ഫറൂസി, അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടത് ഫറൂസി എന്ന് പറഞ്ഞാൽ കുതിരസവാരി നടത്താൻ, കുതിരയുടെ പുറത്ത് കയറാൻ. ഷുഉൽ ഹർബി, യുദ്ധപരമായ കാര്യങ്ങള്, വാർ റിലേറ്റഡ് അഫയേഴ്സുകളിലും ഒക്കെ ട്രെയിനിങ് കരസ്ഥമാക്കി. ഇപ്പൊ വാസലത്ത് ഹുക്കൂമത്തുഹാലി മുദ്ദത്തി സലവാത്തിൽ വാസലത്ത്, അങ്ങനെ അവരെ ജോയിൻ ചെയ്തു. ഹുക്കൂമത്തുഹ, അവളുടെ ഈ ഗവൺമെന്റ് ഈ മുദ്ദത്തി സലാസ് സലവാതി 3 വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ മുസാഅത്തി വസീരിഹ മുഹദ്ദബിദ്ദീൻ മുസൈൻ ഖുവാദിഹ അൽ അസ്കരിയീൻ അൽ ഔഫിയ, നല്ല ലോയലായ കൂറ് പുലർത്തുന്ന സൈന്യങ്ങളും ആ സൈന്യങ്ങളുടെ നേതാവിന്റെയും ഒക്കെ സഹായത്താലും, അതേപോലെ മസീറായ മുഹദ്ദബുദ്ദീൻ ഹുസൈന്റെ ഒക്കെ സഹായത്താലും 3 വർഷം നല്ല കൃത്യമായ ഭരണം കാഴ്ചവെച്ചു. സനവാത്ത് എന്ന വർഷങ്ങളാണ്. മുസാഅദ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ്, ഹെൽപ്പിനാണ് പറയുക മുസാഅദ. വസീർ എന്ന മന്ത്രിയാണ്. ഖുവാദ് എന്ന ലീഡേഴ്സ്. അൽ അസ്കരി എന്ന് പറഞ്ഞാൽ മിലിറ്ററി ആണ്. അൽ ഔഫിയ എന്ന് പറഞ്ഞാൽ ലോയലായ മിലിറ്ററി ലീഡേഴ്സ്. ഇവിടൊക്കെ ഒരുപാട് അത്തഫിന്റെ അതാത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ദഖിയത്തൻ വ മുസഖഫത്തൻ വ ജരിയത്തൻ, അതൊക്കെ 2 പദങ്ങൾക്കിടയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വ തദറബത്തുള്ള ആ സെന്റൻസിന്റെ അടിയിൽ അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നതാണ്. പിന്നെ അവിടെ വ ഷുഊനി വന്നിട്ടുള്ളത് ആ വാക്കിനെ ഫറൂസിയുമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സാധനമാണ്. ഇപ്പൊ ഇവിടെയൊക്കെ പോയിന്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് പോയിന്റ് തന്നെയാണ്. അത്തഫ് വരുമ്പോൾ അതിന്റെ ശേഷമുള്ള വാക്കിന്റെ ഏറാബ് അത്തഫിന്റെ അക്ഷരത്തിന്റെ മുമ്പുള്ള വാക്കിന്റെ ഏറാബ് ആയിരിക്കും. ഇതിന് മാത്തൂഫ് അലൈഹി എന്നാണ് പറയാ. ഈ ശേഷമുള്ള ഭാഗത്തിന് മാത്തൂഫ് ബിഹി എന്നാ പറയാം. ഇപ്പൊ ഇവിടെ ദക്കിയത്തനോ മുസക്കഫത്ത് എന്നുള്ള മാത്തൂഫ് ബിഹി ആണ്. മാത്തൂഫ് അലൈഹി ആണ് ദക്കിയത്തൻ. അപ്പൊ മാത്തൂഫ് അലൈഹിക്ക്
എന്ത് ഇറാബാണോ ഉള്ളത് അതേ ഇറാബ് തന്നെയാണ് മാത്തൂഫ് ബിഹിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ദക്കിയത്തൻ എന്നത് എന്ന് ആണ്, അവിടെ ദക്കിയത്തൻ എന്നായതുകൊണ്ടാണ് ഇവിടെ മുസക്കഫത്തൻ എന്നായതും ജരീഅത്തൻ എന്നായതും. അവിടെ ദക്കിയത്തുൻ എന്നാണെങ്കിൽ ഇവിടെ മുസക്കഫത്തുൻ എന്നാവും, ദക്കിയത്തി എന്നാണെങ്കിൽ മുസക്കഫത്തി എന്നാവും. അപ്പൊ മാത്തൂഫ് അലൈക്ക് എന്താണോ ഏറാബ് ഉള്ളത് അതേ ഏറാബാണ് ഈ വാവിന്റെ ശേഷം വരുന്ന, അല്ലെങ്കിൽ അത്തഫിന്റെ ശേഷം വരുന്ന എല്ലാ വാക്കുകൾക്കും കൊടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ, അപ്പൊ പോയിന്റ് നല്ല ബുദ്ധിശാലിയും തന്ത്രശാലിയും ധീരവനിതയും ഒക്കെ ആയിരുന്നു. 3 വർഷം ഭരണം നടത്തി. വലാക്കിന്ന പക്ഷേ ലമ്മ അലനത്ത് ബി തർക്കിയത്തി ജമാലുദ്ദീൻ യാക്കൂത്തുൽ ഹബഷി, എത്യോപ്യക്കാരനായ ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന ആളെ അവരോധിച്ച ഒരു പ്രഖ്യാപനം നടത്തി സുൽത്താന റസിയ. ഇല മൻസിബി അമീർ ഉമറ ആയിട്ട് ഈ ജമാലുദ്ദീൻ യാക്കൂത്തിനെ പ്രഖ്യാപിച്ചു ഈ സുൽത്താന റസിയ. ആ സമയത്ത് ഖലീബ അലൈഹി അവൾക്കെതിരെ ഒരുപാട് ദേഷ്യം പ്രകടിപ്പിച്ചു. അൽ ഉമറ ഉൽ അത്രാഖ്, തുർക്കി ലീഡേഴ്സുകൾ, തുർക്കിയിലെ നേതാക്കന്മാര്, വഷ്തദ്ദ ഖലബുഹും, അവരെ ശക്തമായ ദേഷ്യം വളരെ ശക്തവുമായി. ആ സമയത്ത് ഫാറലുഹ മുആറള ഷദീദ, ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. ഫാറലുഹ, സുൽത്താന റസിയെ അവർ എതിർത്തു, മുആറള ശക്തമായ രീതിയിൽ എതിർത്തു. വസാറു അലൈഹി, അവൾക്കെതിരെ ആക്രോശങ്ങൾ, ക്രൂരമായ നടപടികളൊക്കെ സ്വീകരിച്ചു. ഫഖതലു അമീറഹ അൽ വഫിയ യാഖൂത്ത്, അങ്ങനെ അവസാനം ആ തുർക്കി ലീഡേഴ്സുകള് ഈ സുൽത്താന റസിയന്റെ അമീറായ ജമാലുദ്ദീൻ യാക്കൂത്തിനെ അവൽ വകവരുത്തി എന്ന് മാത്രമല്ല വാസറുഹ, സുൽത്താന റസിയയും ബന്ദിയായി പിടിച്ചു. ഫി മുഅത്തഖലി ഇഖ്തിയാറുദ്ദീൻ അത്തൂനിയ, മലിക്കി ബഹ്തിന്ദ്, കുർബ മദീനത്ത് സർഹിന്ദ് നഗരത്തിനടുത്തുള്ള ബഹ്തിന്ദിലെ രാജാവായ ഇഖ്തിയാറുത്തൂനിയയുടെ അറസ്റ്റില് ഇവരെ ബന്ദിയാക്കി സുൽത്താന റസിയെ കൊണ്ടുപോവുകയും ചെയ്തു. ബഅദ മസ്തൗല അഖൂഹ മുഇസുദ്ദീൻ ബഹ്റാം ഷാ അലാ സലത്തനത്തി ദഹ്ലി, അതിനുശേഷം തന്റെ സഹോദരനാണ് മുഇസുദ്ദീൻ ബഹ്റാം ഷയാണ് ഡൽഹി സുൽത്താനത്ത് അധികാരം ഏറ്റെടുത്തത്. അപ്പൊ ഇവിടെ ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്. അത്രാഖ് എന്ന് പറഞ്ഞ തുർക്കികളാണ്, മൻസിബ് എന്ന് പറഞ്ഞ പോസ്റ്റ്, ഹബഷി എന്ന് പറഞ്ഞ എത്യോപ്യയാണ്, പിന്നെ ആറള എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസ് ചെയ്യുക, പ്രതിരോധിക്കുക, എതിർപ്പ് പ്രകടിപ്പിക്കുക, അസറ പറഞ്ഞാല് ബന്ദിയായി പിടിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ഇപ്പൊ ഇവിടൊക്കെ ഈ ആത്തിഫുകൾ വന്നിട്ടുണ്ട്. വഷ്തദ്ദ, ഫഅറളുഹ, നമ്മൾ പറഞ്ഞു വാവാവുമ്പോൾ അതും ഇതും എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഒന്നിന്റെ ഉടനെ, അതുമായി ഒരു സാധനം കഴിഞ്ഞ് ഉടനെ എന്ന അർത്ഥത്തിലാണ് ഫ വരിക. അപ്പൊ അവര് അളബ് ശക്തമായി അത് കാരണമായിട്ട് ആ ശക്തമായ അളബ് ഉണ്ടായതിന് ശേഷം ഫഅറളുഹ, അവർക്കെതിരെ തിരിഞ്ഞു. ഓക്കെ. ബക്കിയത്ത് റളിയത്ത് വസീറ, അങ്ങനെ ബന്ദിയായി പിടിച്ചുകൊണ്ടുപോയി സുൽത്താന റസിയെ. അങ്ങനെ സുൽത്താന റസിയെ ബന്ദിയായി കൊണ്ടേയിരിക്കുകയാണ്. ഫി മുഅത്തഖലിൽ മലിക് ഇഖ്തിയാറുദ്ദീൻ തൂനിയ, മുദ്ദത്ത് നസീറ, കുറച്ചു കാലം ഇഖ്തിയാറുദ്ദീൻ തൂലിയയുടെ കീഴിൽ അവരുടെ ഈ ബന്ദി സംഘത്തിൽ ഒരു മെമ്പറായി തുടർന്നു. സുമ്മ, അതിനുശേഷം, ഇവിടെ സുമ്മ നോക്കൂ, സുമ്മ എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഫാ പറയും, കുറച്ച് കാലസമയം ഉണ്ടെന്നുണ്ടെങ്കിലാണ് സുമ്മ പറയല. അപ്പൊ കുറച്ചു കാലം അവരുടെ കീഴിൽ ബന്ദിയായി നിന്നു. സുമ്മ, പിന്നെ തഫാഹമത്ത്, അവർക്ക് കാര്യം മനസ്സിലായി. തസവ്വജത്ത് മിൻഹു, അങ്ങനെ ഇഖ്തിയാറുദ്ദീൻ തൂനിയയുമായിട്ട് സുൽത്താന റസിയ വിവാഹം ചെയ്യുകയാണ്. ഫവാഖഫ അലാ മുനാസറത്തിഹാ ഫി ഇസ്തിഅദാദി സൽത്തനത്ത് ഡൽഹി സൽത്തനത്ത് തിരിച്ചു പിടിക്കാൻ പരമാവധി അവളെ സഹായിക്കുമെന്ന് ഇഖ്തിയാറുദ്ദീൻ തൂനിയ അവൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇഖ്തിയാറുദ്ദീൻ തൂനിയ സുൽത്താന റസിയെ വിവാഹം ചെയ്യാണ് പിന്നീട്. മുനാസറാണ് സഹായം, ഇസ്തിയാദ് റീടേക്ക്, വീണ്ടെടുക്കാനാണ് പറയാ. തസവജർ, വിവാഹം ചെയ്യുക. തഫഹമർ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക. മുദ്ദത്തുൻ നസ്റ, കുറച്ചു കാലം. ഇവിടെ നോക്കൂ, സുമ്മ തഫഹാമത്ത്, കുറച്ചു കാലം ജയിലിൽ കിടന്നു, പിന്നെ അംഗീകരിച്ചു എന്നാണ്, സമയം കുറച്ചുണ്ട്. വിവാഹം ചെയ്തു, ഫവാഖഫ, വിവാഹം ചെയ്ത ഉടനെ. ഇവിടെ ഈ സമയം കുറച്ചുണ്ടാകുമ്പോഴാണ് ഫാ പറയാം. വിവാഹം ചെയ്തു ഉടനെ തന്നെ ആ ഭർത്താവ് സമ്മതിക്കുകയാണ് ഡൽഹി സൽത്തനത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി സഹായങ്ങൾ ചെയ്യുമെന്ന്. അപ്പൊ ആ സംഭവം നടന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാകുമ്പോൾ ഫാ പറയുകയും അത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സുമ്മയാണ് പറയാം. അങ്ങനെ ഹാജമഹ, അവർ രണ്ടുപേരും ഡൽഹി സുൽത്താനത്തിൽ പോയി ഒരുപാട് അറ്റാക്ക് ചെയ്തു. മഹാജമ അനീഫ, ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തി, ശക്തമായ അറ്റാക്ക് നടത്തി. പക്ഷെ വലാക്കിന്നഹുമ ലം യുവഫിഖ, അവർ രണ്ടുപേരും ഡൽഹി സുൽത്താനത്ത് കീഴ്പ്പെടുത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ല. വൻ ഹസമ, അവർ രണ്ടുപേരും പരാജയപ്പെട്ടു. ബിൽ ഖുർബി മിൻ കായിത്താഹാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർ പരാജയപ്പെടുക. ഇൻഹസമ പറഞ്ഞാല് പരാജയപ്പെട്ടു പോവുക.
ഹൈസു ഖുതില ഫിൽ യൗമി റാബി അശറ മിൻ ഷഹരി ഒക്ടോബർ ആമ അൽഫിൻ വൈസ്നൈനി വഅർബഈന അൽ മീലാദി. എ ഡി 1200 1240 ഒക്ടോബർ മാസം 14-ാം തീയതി ഇവ രണ്ടുപേരും ആ സ്ഥലത്ത് കായിത്തഹാൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടുപേരും പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. മുഹാജമാർ അല്ലെ ശക്തമായ യുദ്ധത്തിനാണ് പറയാം, ബാറ്റിൽ. ഓക്കെ. 1240 കൊല്ലപ്പെടുന്നു. ഈ മകൻ ചോദിക്കുകയാണ്, വക്കൈഫ കാനത സീറത്തുഹാ യാബി, എങ്ങനെയാണ് അവരുടെ ചരിത്രം? അങ്ങനെ അബു പറഞ്ഞു കൊടുക്കുന്നു, യറാഹ അൽ മുഅരിഖ്, ഹിസ്റ്റോറിയൻസ് അവളെ കാണുന്നത്. മുഅരിഖ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് ആണ്, ചരിത്രം എഴുതുന്ന ആളുകൾക്കാണ് മുഅരിഖ് എന്ന് പറയാ. യാ ബുനയ്യ, എന്റെ മകനെ, ബി അന്നഹ കാനത്ത് മലിക മുസ്ലിമ ആദില, നല്ല നീതിമതിയായ മുസ്ലിം രാജാവായിരുന്നു. കരീമത്ത് നല്ല 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 ബാസില നല്ല ധീരയായ, മുതഹൈല കുതന്ത്രശാലിയായ, ബിഹുസ്നി സുലൂക്കി വസീർ, നല്ല പെരുമാറ്റവും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള നല്ല ഒരു രാജ്ഞിയായിരുന്നു ഈ സുൽത്താന റസിയ. കൗവനത്ത് മജ്ലിസൻ ശറഇയ്യ ലിൽ ഖളാഇ, ഇസ്ലാമികപരമായി നീതിപരമായ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപരമായ ഈ വിധിവിലക്കുകൾ പുറപ്പെടുവിക്കാനുള്ള മജ്ലിസുകൾ സംഘടിപ്പിച്ചിരുന്നു. അൻഷാത്ത് കത്താത്തീബ ദീനിയ, മതകരമായ ഓഫീസുകൾ സെന്ററുകൾ തുറന്നിരുന്നു. ആഹിദ സഖാഫിയ, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. ആഹിദ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാം. സഖാഫിയ കൾച്ചറൽ ആയ, ദീനീയ റിലീജിയസ് ആയ, കത്താത്തീബ് എന്ന് പറഞ്ഞ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരുപാട് വാക്കുകളുണ്ട്, പ്രയാസമില്ലല്ലോ, സ്പീഡ് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇല്ലാന്ന് വിശ്വസിക്കുകയാണ്. സാഅദത്തിൽ ഇൽമ വൽ ഉലമ, അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സാഅദ സപ്പോർട്ട് ചെയ്യുക, അൽ ഇൽമ നോളജിനെ, വൽ ഉലമ സ്കോളേഴ്സിനെ, ഇബാര ഹുക്കിമിയ തന്റെ ഭരണ സമയത്ത് ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഷയ്യദത്ത് പിന്നെ ഒരു തന്റെ പിതാവായ ഇൽത്തുമിഷിന്റെ കബറിടമുണ്ട്, ഡോംബുണ്ട്, ലരീഹാന ഡോംബാണ്. ആ ഡോംബ് ഒന്നും കൂടി ഉഷാറാക്കി. ഫി ഹയ്യി മിഹർവലി ബി ദില്ലി, ഡൽഹിയിലെ മിഹർവലി ആ സ്ഥലത്തുള്ള അവിടെ തന്റെ ഇൽത്തുമിഷിന്റെ ആ പിതാവിന്റെ ആ ഡോംബ് ഒന്നുകൂടി, ഇൽത്തുമിഷ് ഡോംബ് ശക്തമാക്കി നിർമ്മിച്ചുണ്ടാക്കി. അല്ലാതെ യുമസിലു നമൂദജൻ റായി, അതൊരു ഇന്നൊരു നല്ല കൃത്യമായ മനോഹരമായ എക്സാമ്പിൾ ആണ് ലിൽ ഫന്നിൽ മെഅ്മാരി ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആർക്കിടെക്ചർ ആർട്ടിനാണ് അൽ ഫന്നുൽ മെഅ്മാരി എന്ന് പറയാ. നമൂദ് എന്ന് പറഞ്ഞ മോഡലാണ്, റായി എന്ന് പറഞ്ഞാല് നല്ല മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ മോഡലാണ്, ആർക്കിടെക്ചറൽ എക്സാമ്പിൾ ആണ് ഈ ഇൽത്തുമിഷ് ഡോംബ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയത് സുൽത്താന റസിയയാണ്. അപ്പൊ ഒരുപാട് നല്ല വാക്കുകൾ വന്നിട്ടുണ്ട്, വാക്കുകളൊക്കെ ഓർത്തെടുക്കുക. പിന്നെ ഇവിടെ നമ്മള് അത്തഫ് കാര്യമൊന്നുമില്ല, വാ വാസില വ സൈറ വ അൻഷ വ വൽ ഉലമ വ ഷയ്യദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ 2 പോയിന്റ് മാത്രം നോട്ട് ചെയ്യുക. ഒന്നാമത്തെ പറഞ്ഞ ഈ അത്തഫിന്റെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഈ സുമ്മയും ഫാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഫ കുറച്ച് സമയം ഉണ്ടാകുമ്പോഴാണ് ഫ പറയാം, കൂടുതൽ ദൈർഘ്യം ഉണ്ടാകുമ്പോഴാണ് സുമ്മ പറയേണ്ടത്. പിന്നെ ഇതിന്റെ ഏറാബിയായ വശം, ഈ വാവിന് മുമ്പുള്ള മാത്തൂഫ് അലൈഹി എന്ന് പറഞ്ഞു, വാവിന് മുമ്പുള്ള പദമാണ് മാത്തൂഫ് അലൈഹി. മാത്തൂഫ് അലൈഹിക്ക് എന്താണ് ഇറാബ്, അത് തന്നെയാണ് ഈ വാവിന് ശേഷം വരുന്ന മാത്തൂഫ് ബിഹിക്ക് കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു പോയിന്റ്, ഇത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരും, സെന്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൽ വാവ് വരാൻ പറ്റും, വാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, ഫേലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഒരു ഫീലും ഒരു ഇസ്മും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അത്തഫുകൾ വരാറുണ്ട്. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ വാക്കുകൾ നോക്കാം. സൂറത്ത് എന്ന ചിത്രത്തിലാണ് പറയാ. മലിക്കത്ത് രാജ്ഞി, ഉസറത്ത് ഫാമിലി. തഹല്ല എന്ന് പറഞ്ഞാൽ അണിയുക എന്നൊക്കെ അർത്ഥം. ശരിക്കും ആഭരണം അണിയുകയാണ് തഹല്ല എന്ന് പറയാം. ഒരു അധികാരം അണിയുക, അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. കുത്താബ് എന്ന് പറഞ്ഞാല്, കുത്താബിന് നമ്മുടെ കത്താത്തീബ് ഓഫീസുകൾക്കാണ് പറയാം. പിന്നെ ഇബാൻ എന്ന് പറഞ്ഞാല് ഇടയിൽ, ഇബാന ഹുക്കുമിഹ തന്റെ ഭരണത്തിനിടയിൽ. ഹുക്കും പറഞ്ഞാൽ ഭരണം, ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല, സിഹിർ എന്ന് പറഞ്ഞാല് മരുമകൻ, മുഅസ്സിസ് പറഞ്ഞാല് ഫൗണ്ടർ, ആസിമത്ത് ക്യാപിറ്റല്, അക്മല യുക്മിൻ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, അയ്യറ എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുക, ഇസ്തൗല യസ്തൗലി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഏൽക്കുക. പിന്നെ മഹ്ലൂ എന്ന് പറഞ്ഞാല് അധികാരം ഒഴിവാവുക. തറബ എത്തറബ പറഞ്ഞാല് ട്രെയിനിങ് ലഭിക്കുക. തദറബ എത്തറബ പറഞ്ഞാൽ ട്രെയിനിങ് കരസ്ഥമാക്കുക. ഷെയ്യദ് പറഞ്ഞാല് നിർമ്മിക്കുക, ശക്തമാക്കുക. ലരീഹ പറഞ്ഞാല് ഡോംബ്, മക്ബറ. ജാമി എന്ന് പറഞ്ഞാല് പള്ളി. മീസനത്ത് എന്ന് പറഞ്ഞാല് ഈ
എന്താ പറയാ മിനാരത്തിനാണ് പറയാം. മുഅത്തഖൽ എന്ന് പറഞ്ഞാല് ജയിലാണ്. ഓക്കെ. ബാസിൽ എന്ന് പറഞ്ഞാല് ബാസിലത്ത്, ബാസിൽ എന്നൊക്കെ പറഞ്ഞാൽ ധീര. ബാസിലത്ത് പറഞ്ഞാൽ ധീര വനിത എന്നാവും. ബാസ് എന്ന് പറഞ്ഞാല് ധീരൻ. ഇൻഹിസാം എന്ന് പറഞ്ഞാല് പരാജയം. ഇൻഹസമ പരാജയപ്പെട്ടു. ഇൻഹിസാം പരാജയം. അനീഫ് എന്ന് പറഞ്ഞാൽ ശക്തമായ. മുഹാജമ എന്ന് പറഞ്ഞാൽ പോരാട്ടം. മുഹാജമ അനീഫ് എന്ന് പറഞ്ഞാൽ ശക്തമായ പോരാട്ടം. ഇസ്തആദ യസ്തഈദ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. ഇസ്തിആദത്ത് വീണ്ടെടുപ്പ്. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറച്ച്. ലിമൻ ഹാദിയ സൂറ, ഇത് ആരുടെ ചിത്രമാണ്? ഇത് സുൽത്താന റസിയയുടെ ചിത്രമാണ്. മൻ ഹിയ റസിയ, ആരാണ് റസിയ? മലിക്കത്തുൻ മിൻ മുലൂക്കി അസ്സൽത്തനത്തി ദിഹ്ലി. മൻ ബന മനാറത്ത് കുത്തുബ്, ആരാണ് കുത്തുബ് മിനാർ ഉണ്ടാക്കിയത്? സ്റ്റാർട്ട് ചെയ്തത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. മത്താ തമ്മ തഈനു റളിയ മലിക സുൽത്താൻ, ഏത് വർഷമാണ് സുൽത്താന രാജ്ഞി ആയത്? 1236 അല്ലെ. കൈഫ കാനത്ത് ഷഖ്സിയത്തു റളിയ സുൽത്താൻ, അതിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്? പറഞ്ഞു ധീരവനിതയാണ്, നല്ല നീതിവതിയാണ്, പിന്നെ കുതിരസവാരിയും പോരാട്ടമൊക്കെ അറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. കം മുദ്ദത്തൻ വാസലത്ത് ഹുക്കൂമത്തുഹ, കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷമാണ് ഭരിച്ചത്? 3 വർഷം മാത്രമേ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ അല്ലെ. പിന്നെ മാതാ താരിഫാൻ യാക്കൂത്തുൽ ഹബഷി, യാക്കൂത്തുൽ ഹബഷിയെ കുറിച്ച് എന്തറിയാം? യാക്കൂത്തുൽ ഹബഷിയെ അമീറായിട്ടാണ് സുൽത്താൻ റസിയ കണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ അമീർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, തുർക്കി രാജാക്കന്മാരൊക്കെ. അങ്ങനെ യാക്കൂത്തുൽ ഹബഷിയെ അമീറുൽ ഉമറ ആയിട്ട് റസിയ പ്രഖ്യാപിച്ചു. പക്ഷെ ഇവരെ അറ്റാക്ക് ചെയ്യണം. അത്രാക്കില് തുർക്കി രാജാക്കന്മാര് യാക്കൂത്തുൽ ഹബയെ കൊല്ലാണ്. നുദ്കുർ ബാദ മുആനതിഹ സിയാസിയ്യ, ഇവരുടെ പൊളിറ്റിക്കൽ എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞു. പൊളിറ്റിക്കൽ കാലത്ത് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഈ നീതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഖലാഇന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി. പിന്നെ ദീനീയായ കൾച്ചറലായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞു അല്ലെ. അയിന ഹിൻഹസമത്ത് വക്കൈഫ്, എങ്ങനെയാണ് പരാജയപ്പെട്ടത്? എവിടെയാണ് പരാജയപ്പെട്ടത്? ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. 1240 ഡൽഹി സൽത്തനത്ത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പരാജയപ്പെടുന്നത്. ഉദ്കുർ മഹാസിന ഷഖ്സിയ, പേഴ്സണലായ അവരുടെ വിശേഷണങ്ങൾ പറയാനാണ്. അവിടെ പറഞ്ഞ ബാസിലെയാണ് എന്നൊക്കെ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, അത് പറയാം. ഇവിടെ അന്നഹ കാനത്ത് മലിക മുസ്ലിമ ആദില കരീമ ബാസില മുത്തഹയ്യില ബിഹുസ്നി സുലൂക്കി വസൈറ, ഇതൊക്കെയാണ് അവരെ കുറിച്ചുള്ള പോയിന്റ്. മരണപ്പെട്ടത് ഇവിടെയാണ്. ബിൽ കുറുബി മീൻ കായ് തഹാൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് മരണപ്പെട്ടത്. 1240. 36 ഭരണം ഏറ്റെടുത്ത്, 39 ജയിലിലാക്കി, 40 മരണപ്പെട്ടു. പിന്നെ ഇവിടെ ഉള്ളത് ദർജ് ദിൽ ജുംലോं में जो हर्फ अतफ इस्तेमाल हुए हैं उनसे जुमला बनाइए. ഇവിടെ ഈ അറഫ് അത്തഫ് കൊടുത്തിട്ട് ജുംല ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടത്. ഇതിലെവിടെയെങ്കിലും ഇന്നഹ കാനത്ത് ഇബ്നത്ത് സുൽത്താൻ ഷംസുദ്ദീൻ ഇൽതുമിഷ് വ സിഹ്രി സുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക് വ ഖലഫി അൽ ഹഖീഖ, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ. ബന കുത്തുബുദ്ദീൻ ഐബക് മനാറത്ത് കുത്തുബ് കമിഇദനത്തിൽ ജാമിയത്ത് ഖുവത്തുൽ ഇസ്ലാം ഫി ദിൽഹി വ അക്മലഹ ഷംസുദ്ദീൻ ഇൽതുമിഷ് വാലിദു റളിയ സുൽത്താന. ഇതില് ഒക്കെ അർഫാത്തഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ അർഫാത്തഫ് നമ്മുടെ അധിക സ്ഥലത്ത് വാവാണ്. അപ്പൊ ഈ ഇത്തരം വാവ് ഫാ ഒക്കെ എടുത്തിട്ട് വേറെ ജുംല ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഊപ്പർ ലിഖേ ഹുവേ ജുംലോं को ഉറുദു में തർജുമ കീജിए, അപ്പൊ ഇവിടെ കൊടുത്ത ഇതിന്റെ ആശയം എഴുതാനാണ് കൊടുത്തുള്ളത്. ഇതിൽ ഉറുദുവിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാൻ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതിന്റെ കാര്യമായിട്ടൊന്നുമില്ല. അറഫാത്തഫ് പഠിക്കാനാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ഇവിടെ അറഫാത്തഫ് കാര്യമായിട്ട് ഇവിടെ വാവാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഫുള്ള് വാവാണ്. ഇവിടെ ഫാ ഉണ്ട് ഒരു നാലാമത്തെ കൊടുത്ത്, ബാക്കിയുള്ളതൊക്കെ വാവ് തന്നെയാണ്. അറഫാത്തഫ് മനസ്സിലാവാനുള്ള ചാപ്റ്ററാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല പ്രയോഗങ്ങളും നല്ല പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.